ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ വിചാരിച്ച ദിവസം തന്നെ നമ്മുടെ അനിക്കും അതുപോലെ തന്നെ നന്ദുക്കും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഭയങ്കര മഴയും ഇടിവെട്ടും മിന്നലും എല്ലാം കൂടി വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണും ആ ഒരു സ്ഥലത്തെ ഭാഗത്തെ മണ്ണും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഉച്ച കഴിയുന്ന വരെ പോകാൻ പറ്റില്ല എന്ന് പറയാണ്. ഇതറിയുമ്പോഴേക്കും അനിക്കും അതുപോലെ തന്നെ നന്ദുക്കും ഭയങ്കര ടെൻഷൻ ആവാട്ടോ. കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഫുള്ളും ഇവിടെ ആയിരുന്നു. ഇനിയും വീട്ടിലെത്താൻ വൈകി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. നന്നായിട്ട് നന്ദുവിനെ അറിയാം. നന്ദു പറയണ്ട്, എൻ്റെ അനിയേട്ട എനിക്ക് വയ്യ, എനിക്ക് ടെൻഷൻ ആവാണ്, ഇനിയിപ്പോൾ അച്ഛനും അമ്മയും കാത്തിരിക്കുമെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ അവർ നേരിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാനും മതി. എടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഇന്നലെ അതുപോലത്തെ മഴയായിരുന്നില്ലേ, മണ്ണിടിയുന്ന സ്ഥലങ്ങളല്ലേ, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയാണ്. എന്തായാലും രാജേഷിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ, അവര് പകുതി വഴിയെങ്കിലും എത്തുമായിരിക്കും വിളിക്കുമ്പോൾ, നമുക്ക് ബാക്കി പകുതി വഴി അവരുടെ കൂടെ തിരിച്ചങ്ങോട്ട് പോയാൽ പോരെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, താൻ ടെൻഷൻ ആവല്ലേ, താൻ ഒന്നും കൂടി ടെൻഷൻ ആവണ്ട, താൻ നയനേടത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഉച്ച കഴിയുമോ എന്ന് വരുമ്പോൾ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, താനിങ്ങനെ ടെൻഷൻ ആവേണ്ട, ഒരു പ്രശ്നവുമില്ല. നമ്മളിത് ഉച്ചയാകുമ്പോഴേക്കും മണ്ണിടിച്ചിലും കാര്യങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതിനുശേഷം നമുക്ക് രാജേഷിന്റെ കൂടെ വിഘ്നേഷിന്റെ കൂടെ ഇവിടെ തിരിച്ചു പോകാം. ശരി ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. നന്ദുടെ ടെൻഷൻ കാണുമ്പോഴേക്കും അനി പറയണ്ട്, കേട്ടോ താനിങ്ങനെ ടെൻഷൻ ആവല്ലേ, തന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, താനൊരു പോലീസുകാരിയല്ലേടോ, എന്നിട്ട് താനെന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നത്, അത് കൊള്ളാം, പോലീസുകാർക്ക് എന്താ ടെൻഷൻ ആവാൻ പാടില്ലേ, പോലീസുകാരും മനുഷ്യർ തന്നെയാണ്, പേടിയും ടെൻഷനൊക്കെ പോലീസുകാർക്കും ഉണ്ടാകും എന്ന് പറയാണ്. ഓഹോ അങ്ങനെ, തന്റെ പേടിയും ടെൻഷനും കാണുമ്പോൾ എനിക്ക് തോന്നണ താൻ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരി ആവാൻ പറ്റുന്നില്ല, തനിക്ക് വെറുതെ ഭർത്താവിനെ നോക്കി കുട്ടികളെ നോക്കി വീട്ടിൽ കഴിയുന്ന ഒരു വീട്ടമ്മ ആയിരിക്കാനാ തനിക്ക് നല്ലത്. ആഹാ, അത് കൊള്ളാലോ, കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ നേടിയെടുത്ത ജോലിയാ, ഞാൻ ഈ പോലീസ് കുപ്പായത്തിലാണെങ്കിലേ എനിക്കൊരു ടെൻഷനും പേടി ഉണ്ടാവില്ല. ഓഹോ, പോലീസ് കുപ്പായം ഇടുമ്പോൾ പ്രത്യേകം ധൈര്യമൊക്കെ കിട്ടുമോ, പിന്നല്ലാതെ പോലീസ് കുപ്പായം ഇടുമ്പോഴേ നമുക്കൊരു പ്രത്യേക ധൈര്യമാണ്. ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, ശരി ശരി, എന്തായാലും ഉച്ചയാവാനായി, നമുക്കിനിപ്പോ ഭക്ഷണം കഴിച്ച് പതുക്കെ ഇറങ്ങാം. ഓ എനിക്ക് ഭക്ഷണം ഒന്നും ഇറങ്ങില്ല അനിയേട്ടാ, എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇവിടെ ഇറങ്ങിയാൽ മതി. എടോ ഇത് മനഃപൂർവ്വം ആരും ചെയ്തു വെച്ചതല്ലല്ലോ, തനിക്കറിയില്ലേ ഇതെന്താ സംഭവിച്ചെന്ന്, എനിക്ക് മനസ്സിലായി, ഞാൻ അതിനെ അനിയേട്ടനെ കുറ്റം പറഞ്ഞൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അനി അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടന്നുകൊണ്ടിരിക്കാട്ടോ. അതേസമയം ആദർശും നയനയും പരസ്പരം പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് തോന്നണത് അവിടെ നന്ദുവും അനിയും മാത്രമേ ഉള്ളൂന്നാ. നയനെ പറയണ്ട, അയ്യോ അങ്ങനെയാണെങ്കിൽ പണി പാളോലോ. അതെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ഇനിയിപ്പോൾ എന്താ ആദർശമായിട്ട് നമ്മൾ ചെയ്യുക? ആ സെക്യൂരിറ്റി പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. അയാൾ എന്തൊക്കെയോ ആലോചിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്, തനിക്കങ്ങനെ ഫീൽ ചെയ്തില്ലേ? എനിക്കും അങ്ങനെയൊക്കെ തോന്നി. ഇനി അനിയോ നന്ദോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സംസാരിച്ചതായിരിക്കോ? അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി നമുക്ക് അയാളെ വിളിച്ചു നോക്കാം. ചിലപ്പോ അയാൾ അനിയും നന്ദുവും അടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് വരും. അത് ശരിയാ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ ഒന്നുകൂടി വിളിക്കുകയാണ്. നമ്മുടെ നന്ദുവിന്റെ അനി നിൽക്കുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടുത്തെ സെക്യൂരിറ്റിനെ വീണ്ടും വിളിക്കുകയാണ്. അയാൾ വീണ്ടും ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, അപ്പൊ അന്യ ആദർശിന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അയാൾ ഉള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ. അയ്യോ ഇവിടെ നിൽക്കുന്നതേ അനിരുദ്ധ് എന്ന് പറഞ്ഞൊരു സാറും പിന്നെ ഏതോ ഒരു പുള്ളിക്കാരത്തി പെണ്ണുണ്ട് മുടിയൊക്കെ വെട്ടിയിട്ട്, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ സാറേ, ദേ ഇത് ഞാൻ പറഞ്ഞത് പറയല്ലേ, ചോദിച്ചാ പറഞ്ഞത് അവര് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരെന്നൊക്കെയാ പറഞ്ഞത്. ശരി ശരി വെച്ചോ എന്ന് പറയാണ്. അങ്ങനെ ആദർശ് നായനടുത്ത് പറഞ്ഞത്, നമ്മളെ സംശയം വെറുതെ ആയില്ല, അവർ രണ്ടുപേര് മാത്രമേ അവിടെ ഉള്ളൂ, അവരിതിൽ ഉച്ചക്ക് അവിടെ എത്തിയതാണ്, ശേഷം ഇപ്പോഴും അവരവിടെ തന്നെയുണ്ട്. ഈശ്വര, രണ്ടുപേരും ഒരുമിച്ചാണോ? നമ്മൾ ഭയക്കണ പോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കാണോ? എനിക്കറിയില്ലടോ. ഇനിയിപ്പോ എന്തായാലും നവീന്റെ വിവാഹത്തിൽ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റുന്നില്ല. അവരിപ്പോ ഇന്നലെ രാത്രി ഒരുമിച്ചല്ല കഴിഞ്ഞാലും ഇനിയിപ്പോ ആരെങ്കിലും അത് വിശ്വസിക്കും? ഇപ്പൊ രണ്ട് റൂമിൽ കഴിഞ്ഞാലും ഒരു ദിവസം ഫുൾ അവരുടെ ഒരുമിച്ചായിരുന്നെന്നല്ലേ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഇനി ആരും കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഇതിൽ ഒരു തീരുമാനം എടുക്കാനേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അനിയുടെ അനാമികയുടെ വിവാഹ മോചനം നടത്തുക, എന്നിട്ട് അനിയുടെ നന്ദുവിന്റെ വിവാഹം നടത്തി കൊടുക്കുക. അതിന് ജാനകി അപ്പച്ചിയും അതുപോലെ തന്നെ എൻ്റെ അമ്മയൊക്കെ സമ്മതിക്കും? അവർ രണ്ടുപേരും സമ്മതിക്കായേ ഉള്ളൂ, അതെങ്ങനെയൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം എന്നൊക്കെ ആദർശിങ്ങനെ പറയണ്ട. അപ്പൊ നവ്യം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നവ്യം മനസ്സിൽ വിചാരിക്കണം, ഈശ്വര അപ്പൊ അവരുടെ ഒരുമിച്ചാണല്ലേ, കൊള്ളാം, ഇത് നല്ല അവസരം തന്നെ, ഇത് എല്ലായിടത്തും ഒന്ന് വിളിച്ചു പറഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ
അത് നവ്യ നല്ല രീതിയിലാണ് ആലോചിക്കുന്നത് കേട്ടോ. കാരണം വിളിച്ചു പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ന്യൂസ് പടർന്നു പിടിക്കുമല്ലോ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണെന്ന് അറിയുമ്പോൾ പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രണ്ടുപേരും ഒന്നിപ്പിക്കുക അല്ലാണ്ട് വേറെ ഒരു നിവർത്തിയുമില്ല. അപ്പൊ നവ്യ വിചാരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് കൊള്ളാം, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണെന്നുള്ള കാര്യം ആദ്യം അറിയിക്കേണ്ടത് അയാളെയാണ്, ആ നവീന. പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാം എന്ന് വെച്ചിട്ട് നമ്മുടെ നവ്യ അപ്പൊ തന്നെ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാണ് നവീന. ആ നിങ്ങൾ വിവാഹം ഒളിച്ച പെണ്ണുണ്ടല്ലോ നന്ദു, അവളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ കൂടെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഗസ്റ്റ് ഹൗസോ ഏതൊരു സ്ഥലത്ത് പോയിട്ടും രണ്ടുപേരും കൂടി ഹണിമൂൺ ആഘോഷിക്കുക എന്നൊക്കെ പറയാണ്. പിന്നെ അത് കേൾക്കേണ്ട ആൾക്കാരുടെ ചെവിയിലൊക്കെ എത്തുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വരട്ടെ വരട്ടെ രണ്ടുപേരും വരട്ടെ, വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കട്ടെ. മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട ജാനകി, പിള്ളേര് നമ്മുടെ കൈവിട്ട് പോയെങ്കിൽ അതിനുള്ള മാർഗമാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. എന്ത് മാർഗം എന്ന് ചോദിക്കുകയാണ് ജാനകി. എന്തൊക്കെ സംഭവിച്ചാൽ അവളെ എന്റെ മരുമകളായിട്ട് ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജലജയം പറഞ്ഞിട്ട് അത് കൊള്ളാലോ, അനിയുടെ എന്റെ മോളുടെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിരുന്നതല്ലേ അച്ഛൻ, ഇപ്പൊ നേരെ തിരിഞ്ഞോ? അതല്ല, അവർ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് നിന്നിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ജാനകി നിന്റെ മോൾക്ക് അങ്ങനത്തെ ഒരുത്തന്നെ എന്ന് പറയുമ്പോഴേക്കും അവന്തിക പറയണ്ടേ, എനിക്ക് അനിയേട്ടനെ വിശ്വാസമാണ് മുത്തശ്ശ. അനിയേട്ടനും അതുപോലെ തന്നെ നന്ദും കൂടി ഒരുമിച്ചൊരു സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് മറ്റാരെക്കാളും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് വിശ്വാസമാണ്. അനിയേട്ടന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അനിയേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒറ്റക്കാലം നിൽക്കുകയാണ് അവന്തിക. അപ്പൊ വീണ്ടും എല്ലാവരും കുഴഞ്ഞു പോകുക കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ അവിടുത്തെ മണ്ണിടിച്ചിലെ കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടികൾ വീണ്ടും ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ തുടങ്ങി. അങ്ങനെ അനിയും നന്ദും കൂടി തിരിച്ച് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് പോവാട്ടോ. പക്ഷെ അറിയേണ്ട ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. നന്ദു തിരിച്ചു വരുമ്പോ തന്നെ കനക ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാണ് മുഖത്തിട്ട്. ദേഷ്യം വന്ന നീ ഇതുപോലെ ഇറങ്ങി പോവോലേടി, നീ പോവോലേ, നീ ആരുടെ കൂടെയാടി പോയത്, ആരുടെ കൂടെ ഗസ്റ്റ് ഹൗസിൽ നീ കഴിഞ്ഞത്? അവന്റെ കൂടെ അല്ലേ, ആ അനിയന്റെ കൂടെ. ഇന്നലെ രണ്ടുപേരും രാത്രി ഒരുമിച്ചായിരുന്നു അല്ലേ, ഇനി എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതിനേക്കാളും ഭേദം നിന്റെ ബാക്കി രണ്ട് ചേച്ചിമാരാ. ആ മൂത്ത ചേച്ചി ഇതിനേക്കാളും ഭേദമാണോടി, അവൾക്ക് കുറച്ച് പണത്തിനോട് സ്വർണത്തിനോട് ആർത്തി ഉണ്ടെന്നേ ഉള്ളൂ, ഇതുപോലെ അഴിഞ്ഞാട്ടത്തിൽ നടന്നിട്ടില്ല അവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാട്ടോ. നന്ദു കരഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനക പറഞ്ഞു നീ എത്രയൊക്കെ കരഞ്ഞാലും എന്തൊക്കെ നാട്ടി നടിച്ചാലും നിന്റെ വിവാഹം നവീൻ വക്കീലായിട്ട് ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് വാശിക്ക് ഇങ്ങനെ പറയാണ് നമ്മുടെ കനക കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദുക്ക് ഒന്നും കൂടി ടെൻഷനും വിഷമവും ഒക്കെ കൂടി കൂടി വരുവാണ്. അനി തിരിച്ചു വരുമ്പോ ജാനകിയും ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നുടാ, നീ എവിടെ പോയെന്നൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി, നീ അവളുടെ കൂടെ ആയിരുന്നു, ആ നന്ദുവിന്റെ കൂടെയല്ലേ, ദേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതോടെ മറന്നോ? അവന്തിക മോളെല്ലാം അറിഞ്ഞിട്ടും നിന്നെ തന്നെ മതി എന്ന് പറയാ. നാണില്ലാത്തവള്, ഞാൻ ആരുടെ കൂടെ പോയാലും അവൾക്കൊരു പ്രശ്നവും ഇല്ലല്ലേ എന്ന് പറയുമ്പോ നീ ഇത്ര വൃത്തികെട്ട രീതിയിലൊന്നും സംസാരിക്കല്ലേ, നീ തെറ്റും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തില അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവളുടെ വിശ്വാസം ഞാനെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും അകത്തേക്ക് പോവാട്ടോ. മുത്തശ്ശനോടത്ത് ആദർശം നയനയും പറഞ്ഞു മുത്തശ്ശ ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല, രണ്ടുപേരുടെ വിവാഹം നമുക്ക് പറ്റുന്ന എത്രയും പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കണം എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചല്ലേ മോളെ, ആ വിവാഹം നിന്റെ മോളുടെ വീട്ടിൽ ഞാൻ പോയതുമാണ്, പക്ഷേ കനകക്കും അതുപോലെ തന്നെ ഗോവിന്ദനും ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്ന് പറയണം. എനിക്ക് മനസ്സിലായി മുത്തശ്ശ, പക്ഷേ ഇതിപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി, ഇനി നമുക്ക് അവരുടെ വിവാഹം നടത്തി കൊടുത്തേ പറ്റൂ. ആദർശം വേണ്ട, അതേ മുത്തശ്ശ ആ വിവാഹം നമുക്ക് നടത്തി കൊടുക്കാം, ആരൊക്കെ എതിർത്താലും കൂടെ നിൽക്കണവർ കൂടെ നിൽക്കട്ടെ, നമുക്ക് ആ വിവാഹം എന്തായാലും നടത്താമെന്ന് പറഞ്ഞ അനാമികക്ക് എന്തെങ്കിലുമൊക്കെ എത്ര രൂപയാണെങ്കിലും അതങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കിയേക്കാം അവളെ, നമുക്ക് അനിയുടെ ജീവിതമല്ലേ വലുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.